സത്യം സത്യമാ. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആശ്വാസവും ധൈര്യവും നൽകുന്ന ഒന്ന് തന്നെയാണ്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഇന്നത്തെ ദൈവവചന കേൾവിയും നിങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ക്വാളിഫിക്കേഷൻ, യോഗ്യത. എല്ലാ മേഖലയിലും നാം കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ യോഗ്യത എന്താണ്? ഒരു ജോലിക്ക് വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആദ്യം വരുന്ന ഒരു ചോദ്യം ഇതുതന്നെയാണ്, നിങ്ങളുടെ യോഗ്യത എന്താണ്? ഈ ജോലിക്ക് അപേക്ഷിക്കുവാനുള്ള നിങ്ങളുടെ യോഗ്യത. ഉപരിപഠനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും മുമ്പിൽ ഈ ഒരു ചോദ്യം ഉയർന്നു വരാറുണ്ട്. എന്തിന്? വിവാഹം ആലോചിക്കുമ്പോൾ പോലും എന്താണ് പയ്യൻ്റെ യോഗ്യത, എന്താണ് പെൺകുട്ടിയുടെ യോഗ്യത? വിദ്യാഭ്യാസത്തിൻ്റെയോ പണത്തിൻ്റെയോ എല്ലാ മേഖലയിലും ഈ ഒരു ചോദ്യം നാം എപ്പോഴും അഭിമുഖീകരിക്കാറുണ്ട്. പല നിലകളിൽ നമുക്ക് യോഗ്യതകളുണ്ട്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, ഈ യോഗ്യതയെല്ലാം ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. വാസ്തവത്തിൽ ഈ യോഗ്യതയുടെയൊക്കെ മുമ്പിൽ നാം നേടിയതായിട്ടുള്ള പണത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കണക്കുകൾ നിരത്തുമ്പോൾ യഥാർത്ഥത്തിൽ നാം യോഗ്യർ തന്നെയാണോ എന്നൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, ഏറ്റവും യോഗ്യനായ വ്യക്തി ആരാണ്? ലോകത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടെത്തുക അസാധ്യമാണ്. PhDകൾ പല മേഖലകളിൽ എടുത്തിട്ടുള്ള ആളുകളുണ്ട്. വിദ്യാഭ്യാസത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. പണത്തിൻ്റെ കാര്യത്തിലും വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ യോഗ്യരായ ആളുകളെ നാം കാണുന്നുണ്ട്. എങ്കിലും ആ യോഗ്യതകളൊക്കെ പിന്തള്ളി പിന്നീട് പല ആളുകളും ആ നിരയിൽ മുൻപിലേക്ക് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി ആരാണ്? ഈ ലോകത്തിൽ ആരെയും കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ എല്ലാ മേഖലയിലും എല്ലാ തരത്തിലും യോഗ്യനായ ഒരു വലിയ മഹത്വവാനായ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഈ കേൾവിക്ക് മുമ്പിൽ ഇരിക്കണം എന്ന സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ബൈബിളിൽ വെളിപ്പാട് എന്ന ഒരു പുസ്തകമുണ്ട്. ചരിത്രത്തിലും ഇന്നും മനുഷ്യനെ ആശ്വസിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് എന്ന് പറയാതിരിക്കുവാൻ വയ്യ. ചരിത്രത്തിൽ ക്രിസ്തീയ പീഡനങ്ങളിൽ കൂടെ കടന്നുപോയ അനേക ഭക്തരായ മനുഷ്യരെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ഒരു പുസ്തകമാണ് വെളിപ്പാട്. കർത്താവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരാളായ യോഹന്നാൻ അത് രേഖപ്പെടുത്തുന്നത് തന്നെ ആളുകളെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതേസമയം തന്നെ ആ പുസ്തകത്തിൻ്റെ പേജുകളിൽ കൂടെ ഇന്ന് നാം കടന്നുപോയാൽ വലിയ അതിശയവും അത്ഭുതവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യും. കാരണം ഇനി ഈ ലോകത്തിൽ നടക്കാൻ പോകുന്നതായിട്ടുള്ള അനേക സംഭവങ്ങളെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ മുമ്പിലേക്ക് വരച്ച് കാണിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട്. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവിടെ വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് നാം എത്തുമ്പോൾ അവിടെ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം യോഹന്നാൻ അപ്പസ്തോലൻ കേൾക്കുകയാണ്. അതിനു പിന്നാലെ ദൈവാത്മാവിൽ യോഹന്നാൻ സ്വർഗീയ ദർശനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ താൻ കാണുകയാണ്. 4 ജീവികളും 24 മൂപ്പന്മാരും ആ സിംഹാസനത്തിന് മുമ്പിൽ ദൈവത്തെ നമസ്കരിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് യോഹന്നാൻ പോകുന്നത്. ശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം കാണുന്നത്, തുടർന്ന് 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ
ഒരു പുസ്തകം യോഹന്നാൻ ദർശിക്കുന്നു. 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ഇത് കണ്ട യോഹന്നാൻ തുടർന്നൊരു ചോദ്യവും കേൾക്കുകയാണ്. ഈ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ പറയാം, ഇതുപോലെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ, ഞാൻ ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഇതുപോലെയുള്ള അനേക ചോദ്യങ്ങൾ ഇന്നും നാം കേൾക്കുകയാണ്. അതിന് യോഗ്യതയുള്ള ആൾ ആരാണ് ഉള്ളത്? ഇതിന് യോഗ്യത ആർക്കാണ് ഉള്ളത്? താങ്കൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? താങ്കൾ ആ യോഗ്യതയിലേക്ക് വളരേണ്ട ആവശ്യമില്ലേ? ഇങ്ങനെ നമ്മുടെ യോഗ്യതയെ അളക്കുന്ന, ചോദ്യം ചെയ്യുന്ന അനേക ചോദ്യങ്ങളുണ്ട്. യോഹന്നാനും സ്വർഗത്തിൽ ദൈവാത്മാവിൽ യോഹന്നാനും ആ ചോദ്യം കേൾക്കുകയാണ്. ഈ പുസ്തകം വാങ്ങുവാനും ഇതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ? യോഹന്നാൻ കണ്ണു തുറന്ന് നോക്കി. ഈ പുസ്തകം വാങ്ങുവാനോ അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനായി യോഹന്നാന് ആരെയും കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ഇതിന് യോഗ്യനായ ആരെയും കാണാതിരുന്നപ്പോൾ യോഹന്നാൻ ഏറ്റവും കരഞ്ഞു എന്നൊരു പ്രസ്താവനയാണ് വെളിപ്പാട് പുസ്തകത്തിൽ തുടർന്ന് നാം വായിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, മാനുഷികമായി നാം അതിനെ കാണണം. സ്വർഗത്തിൽ യോഹന്നാൻ്റെ കാഴ്ചയിൽ ഭൂമിയിൽ, ഭൂമിക്ക് കീഴിൽ ഈ പുസ്തകം വാങ്ങുവാനോ അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനായി ആരെയും യോഹന്നാൻ കണ്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ ഏറ്റവും അധികം കരഞ്ഞു. ഒരു വലിയ സങ്കടം യോഹന്നാൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം വാങ്ങുവാൻ, അതിൻ്റെ മുദ്ര പൊട്ടിച്ച് അത് തുറന്ന് ഒന്ന് വായിക്കുവാനായിട്ട് യോഗ്യതയുള്ള ഒരാളെപ്പോലും യോഹന്നാന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ലോകത്തിൽ, ഈ ഭൂമിയിൽ അനേക മനുഷ്യർ ഞങ്ങൾക്ക് ഈ യോഗ്യതയുണ്ട്, ആ യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഒരുപക്ഷെ യോഹന്നാൻ്റെ കാലത്തും ഉണ്ടായിരുന്നിരിക്കാം. ഇന്ന് നാം അങ്ങനെ കാണുന്നുണ്ടല്ലോ. എന്നെ ഒന്നിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് കഴിയുകയില്ല, എന്നെ അയോഗ്യനായിട്ട് കാണുവാനായിട്ട് കഴിയില്ല, എനിക്ക് ഇന്ന യോഗ്യതകളുണ്ട് എന്ന് എണ്ണിപ്പറയുന്ന, അഹങ്കരിക്കുന്ന, വമ്പ് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ യോഹന്നാന്റെ കാലത്തും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇവിടെ ഒരു മനുഷ്യനെ പോലും, ഭൂമിയിൽ ഒരാളെ പോലും, ഒരു മനുഷ്യനെ പോലും ഈ പുസ്തകം വാങ്ങുവാനായിട്ട് യോഗ്യനായി യോഹന്നാന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ഭൂമിക്ക് കീഴിൽ ആരും ഉണ്ടായിരുന്നില്ല, സ്വർഗത്തിലും ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് യോഹന്നാൻ കാണുന്നത്. അതുകൊണ്ട് യോഹന്നാന് വലിയ സങ്കടമുണ്ടായി. ഈ പുസ്തകം വാങ്ങി ഇതിൻ്റെ മുദ്ര പൊട്ടിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ദൈവം ഈ ഭൂമിയെ ന്യായം വിധിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ആ ന്യായവിധി മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തക ചുരുൾ എന്ന് നമുക്ക് ഈ പുസ്തകത്തെ കാണുവാനായിട്ട് കഴിയും. ഇതൊന്ന് തുറന്ന്, ഇതൊന്ന് വായിച്ച് അതിലെ കാര്യങ്ങൾ നടപ്പിലായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നീതിപൂർവമായിരിക്കുന്ന വിധി ഈ ഭൂമിയിൽ നടക്കുകയുള്ളൂ. പാപികളെ ന്യായം വിധിച്ച് അവർക്ക് അർഹമായ സ്ഥലത്തേക്കും, നീതിമാന്മാരെ നീതിയോടുകൂടെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കും വിടുന്ന ആ ന്യായവിധി, അതിൻ്റെ രേഖകൾ ഈ പുസ്തക ചുരുളിലാണ് എന്ന് പിന്നീട് ഈ പുസ്തകം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയ സുഹൃത്തുക്കളെ, ഈ പുസ്തകം വാങ്ങുവാൻ, അതിൻ്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായി ആരെയും യോഹന്നാന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു വലിയ സങ്കടം യോഹന്നാൻ്റെ ഉള്ളിലുണ്ടായി. കാരണം ഞങ്ങൾ ദൈവത്തിനു വേണ്ടി ഭക്തിയോടെ ജീവിച്ച അനേക മനുഷ്യർ, രക്തസാക്ഷികളായി തീർന്നവർ, ഇന്നും ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ന്യായമായ ഒരു വിധി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പാപികൾക്ക്, ദുഷ്ടന്മാർക്ക് ദൈവം വിധിച്ചിരിക്കുന്നതായിട്ടുള്ള ന്യായമായ ശിക്ഷാവിധി നടപ്പിലാകേണ്ടത് ആവശ്യമാണ്. ഈ പുസ്തകം തുറന്നെങ്കിൽ ഇതിന് യോഗ്യനായ ഒരു വ്യക്തി ആവശ്യമാണ്. ആരാണ് അതിന് യോഗ്യനായ വ്യക്തി? യോഹന്നാന് ഉള്ളിൽ വലിയ സങ്കടമുണ്ടായി. താൻ ഏറ്റവും അധികം കരഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു. എന്നാൽ നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം അപ്പോൾ അവിടെ നടക്കുകയാണ്. ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന 24 മൂപ്പന്മാരിൽ ഒരു മൂപ്പൻ യോഹന്നാൻ്റെ അടുക്കിലേക്ക് വന്ന് യോഹന്നാനോട് പറഞ്ഞു, കരയേണ്ട,
ഈ പുസ്തകം വാങ്ങുവാനും ഇതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ജയിച്ച് വന്നിരിക്കുന്നു. ജയിച്ചു വന്നിരിക്കുന്ന, ജയം പ്രാപിച്ചിരിക്കുന്ന, വിജയാഹ്ലാദത്തോടുകൂടെ ഒരു വ്യക്തി ഈ പുസ്തകം വാങ്ങുവാൻ, അതിൻ്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യത നേടിയിട്ടുണ്ട്. ഇതു കേട്ട യോഹന്നാൻ്റെ കരച്ചിൽ അവിടെ നിന്നു. യോഹന്നാൻ നോക്കി, ആരാണ് ആ വ്യക്തി? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങി അതിൻ്റെ മുദ്ര പൊട്ടിച്ച് അത് വായിച്ച് ഈ വിധി നടപ്പിലാക്കുവാൻ യോഗ്യനായ വ്യക്തി ആരാണ്? യോഹന്നാൻ കണ്ടത് ആരെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ യോഹന്നാൻ കണ്ടു. ഒരുപക്ഷെ അപ്പസ്തോലനായ യോഹന്നാൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകളായിരുന്നിരിക്കണം. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി അതിൻ്റെ മുദ്ര പൊട്ടിച്ച് അത് തുറന്നു വായിപ്പാൻ യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തി, അത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ്യതകളൊന്നും ഈ കുഞ്ഞാടിന് മുമ്പിൽ ഒരു യോഗ്യതയുമല്ല. നമുക്കാർക്കും ഈ കുഞ്ഞാടിന് മുമ്പിൽ യോഗ്യതയോടുകൂടെ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ് ഏറ്റവും യോഗ്യനായ വ്യക്തി എന്നാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങി അതിൻ്റെ മുദ്ര പൊട്ടിച്ച് അത് തുറന്നു വായിച്ച് ദൈവത്തിൻ്റെ നീതി ഈ ഭൂമിയിൽ നടപ്പിലാക്കുവാൻ കഴിവുള്ള ഏറ്റവും യോഗ്യനായ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എങ്ങനെയാണ് കർത്താവ് ഈ യോഗ്യതയിലേക്ക് എത്തിയത്? നാം നമ്മുടെ PhDകളെക്കുറിച്ചും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചും നമ്മുടെ സാമ്പത്തിക യോഗ്യതയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഒത്തിരി കഷ്ടപ്പാടും ഒത്തിരി അധ്വാനവും വേണ്ട, ചിലപ്പോൾ ഒത്തിരി അഴിമതിയുടെ കഥകളൊക്കെ ഒരുപക്ഷെ നമുക്ക് പറയുവാനായിട്ട് ഉണ്ട്. എന്നാൽ ഇവിടെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ച് ഞാൻ പറയട്ടെ, ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തതയോടുകൂടെ നമ്മോട് സംസാരിക്കുന്നു. ഈ കർത്താവ് ആ യോഗ്യതയിലേക്ക് വന്നത് അറുക്കപ്പെട്ടുകൊണ്ടാണ്. അറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുക, മരിക്കുക. അതാണ് അതിൻ്റെ ആശയം. ജീവനെ വെടിഞ്ഞുകൊണ്ട്. വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് എന്താണെന്നറിയാമോ? സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ കർത്താവായ യേശുക്രിസ്തു അറുക്കപ്പെട്ടു എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തു ദൈവമായവൻ ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും സ്നേഹിക്കുവാൻ, എന്നെയും നിങ്ങളെയും കരുതുവാൻ, എന്നെയും നിങ്ങളെയും ഏതെങ്കിലും നിലയിൽ യോഗ്യരാക്കി തീർക്കുവാൻ, അത് വിദ്യാഭ്യാസ യോഗ്യതയല്ല, അത് പണത്തിൻ്റെ യോഗ്യതയല്ല, അത് ശാരീരിക യോഗ്യതകളല്ല, മറിച്ച് പാപത്തിൻ്റെ പരിഹാരം വരുത്തിക്കൊണ്ട്, പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് ദൈവമുമ്പാകെ ഒരു യോഗ്യത നേടുവാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. അവൻ എന്താണ് ചെയ്തത്? അവൻ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയെ ജീവിതത്തിൽ വഹിച്ചുകൊണ്ട്, ശരീരത്തിൽ വഹിച്ചുകൊണ്ട്, പാപം ആക്കപ്പെട്ടുകൊണ്ട് കാൽവരിയിൽ യാഗമായി തീർന്നു. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുപോലെ യോഗ്യനാൻ, എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇതുപോലെ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അറുക്കപ്പെട്ടുകൊണ്ട് യോഗ്യനായി തീർന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. ആ യോഗ്യതയെ ആർക്കും തള്ളിക്കളയുവാനായിട്ട് കഴിയുകയില്ല. ഈ ലോകത്തിൽ മാത്രമല്ല സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും യോഗ്യനായ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ യോഗ്യത, നിലനിൽക്കുന്ന യോഗ്യത കർത്താവിൻ്റെ സന്നിധിയിൽ നേടുവാനായിട്ട് കഴിയും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ നശിച്ചു പോകുന്ന ലോകത്തിലെ യോഗ്യതകളല്ല നമുക്ക് വേണ്ടത്, പിന്നെയോ നിലനിൽക്കുന്ന ഒരു യോഗ്യത, അത് കർത്താവ് നൽകുന്ന യോഗ്യത. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ വിശ്വസിച്ച് ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ഈ യോഗ്യതയിലേക്ക് എത്തുവാനായിട്ട് കഴിയും. എൻ്റെ പ്രിയ സ്നേഹിതരെ, കേൾവിക്കാരെ,
നിങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് അതാണ്. ഈ കർത്താവായ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക, അവൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തുക, അവനെ ഒന്ന് നമസ്കരിക്കുക, അവനെ സ്നേഹിക്കുക, അവനിൽ ആശ്രയിക്കുക. അങ്ങനെ നിലനിൽക്കുന്ന യോഗ്യത നേടിക്കൊണ്ട് ഈ ലോകത്തിൽ ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ജീവിതം നിങ്ങൾ പൂർത്തിയാക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമാ.